മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ബോർഡിനെയും ഫറൂഖ് കോളേജിനോടും നിലപാട് തേടി ജുഡീഷ്യൽ കമ്മീഷൻ ഭൂമിയുടെ രേഖകൾ, സ്വഭാവം, ക്രയവിക്രയം എന്നിവയെല്ലാം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. റവന്യൂ വകുപ്പിനും കത്ത് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 3 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതിലെ കമ്മീഷൻ 3 മാസത്തിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് കമ്മീഷന് എല്ലാവരോടും തൽപര കക്ഷികളോട് അവർക്ക് എഴുതി തരാനുള്ള വേർഷൻ, അവരുടെ നിലപാട് എഴുതി അറിയിക്കാൻ പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ കമ്മീഷന് വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ്, അതുപോലെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത വഖഫ് സംരക്ഷണ സമിതി, പിന്നെ അവിടുത്തെ മുനമ്പം നിവാസികളുടെ സംഘടനാ പ്രതിനിധികൾ വന്നിരുന്നു. അവർ പറഞ്ഞു അവർ തരാം. അങ്ങനെ എല്ലാവരും ഒരു 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് തരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു റിട്ടേൺ വേർഷൻ, അവരുടെ നിലപാട് അവരറിയിക്കും. അത് കിട്ടിക്കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ ആക്ച്വൽ പൊസിഷൻ, അവിടുത്തെ ലാൻഡിൻ്റെ എക്സ്റ്റൻറ്റ്, കുറേ ഭൂമി കടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ അത് കളക്ട് ചെയ്യുക. അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും റിട്ടേൺ വേർഷൻ മേടിക്കുക. ആദ്യം ഈ മാസം തന്നെ അത് തീർക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം എല്ലാവരും കേൾക്കും. അതിൻ്റെ പിന്നത്തെ മാസം ഫെബ്രുവരിയിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫറൂഖ് കോളേജിൽ നിന്ന് മേടിച്ചവർ, പിന്നെ ഫറൂഖ് കോളേജിൽ നിന്ന് വിറ്റവർ, ഫറൂഖ് കോളേജിൽ മേടിച്ചവർ, എടുത്ത് വാങ്ങിച്ചവർ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാറ്റഗറി തിരിച്ച് ഓരോ വിഭാഗത്തിന് തിരിച്ച് തരാനാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് എല്ലാവരും കേൾക്കുക എന്നുള്ള പ്രായോഗികമുള്ള കാര്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും രേഖ പരിശോധിക്കുക എളുപ്പമല്ല. പക്ഷേ സമാന രേഖകളാണ് എല്ലാവരുടെയും. കാര്യം ഫറൂഖ് കോളേജിന് കൊടുത്തത് വഖഫാണെന്നാണ് എനിക്ക് മെയിൻ വാദം. അപ്പോൾ അതുകൊണ്ട് ഫറൂഖ് കോളേജിൻ്റെ കിട്ടിയ ആധാരം, ഫറൂഖ് കോളേജ് കൊടുത്ത ആധാരങ്ങൾ, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. 3 മാസത്തെ സമയം ശരി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എന്നാലും തീർക്കാൻ തന്നെ ശ്രമിക്കുന്നത്. 3 മാസം റിപ്പോർട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. യാതൊരു സംശയമില്ല. കഴിയുന്നതും 3 മാസം റിപ്പോർട്ട് കൊടുക്കും. അല്ല, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നിയമ പ്രശ്നങ്ങളാണ്. അതായത് പല കോടതികളും പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഇതുകൾ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പരിഗണിച്ച് എല്ലാവരെയും കേട്ട് എന്താണ് നിയമവശം എന്ന് കമ്മീഷൻ്റെ അഭിപ്രായം കമ്മീഷൻ ഗവൺമെൻറ്റിനോട് പറയും. അങ്ങനത്തെ നിയമവും കമ്മീഷൻ എന്ത് നിലപാടാണ് എടുക്കുന്നത് അതനുസരിച്ച് ഗവൺമെൻറ് അവരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും.